ഗൈസ്, എല്ലാവർക്കും മാസിക് ഗെയിംസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നു ഒരു പുതിയ വ്ളോഗായിട്ട് ഗൈസ്. അപ്പോൾ കുറച്ച് കൂട്ടുകാർ പറഞ്ഞാൽ എൻ്റെ ഫേസ് കാണിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫേസ് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് കൂട്ടുകാരും പറഞ്ഞായിരുന്നു എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ് കാണിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ് ഞാൻ ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു ചെയറുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെയറും, പിന്നെ എനിക്കൊരു ഐപാഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഈ ചെയറിലോട്ടൊന്ന് ഇരിക്കാം. ഐപാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിം ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞ ഗെയിമും ഉണ്ട്, പിന്നെ ഒരു മിലിറ്ററി എന്ന് പറഞ്ഞൊരു ഗെയിമും ഉണ്ട്. GTA 5 ഒക്കെ കയറ്റുമായിരുന്നു, അത് കളിക്കാൻ എന്തോ അതിന് മാനുവലൊന്നും പറ്റുന്നില്ല. അപ്പോൾ GTA 5ൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സിനാണ് ഫ്രാങ്ക്ലിൻ, മൈക്കിൾ, ട്രെവർ, ഇവരെ 3 പേരെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സമയം ഒരുപാടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഗെയിമിങ്ങിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്പീക്കറാണ് ഇവിടെ കാണുന്ന ഈ ഒരു സ്പീക്കർ. പിന്നെ ഞാൻ ഹെഡ്സെറ്റ് വെച്ച് നല്ല ശബ്ദത്തിന് വേണ്ടി ഹെഡ്സെറ്റും വെക്കുമായിരുന്നു. അത് ഈ ഹെഡ്സെറ്റായിരുന്നു. കിടില JR എന്ന് പറയുന്നൊരു ഹെഡ്സെറ്റാണ്. കിടിലം ഒരു ചാർജും ഒക്കെ നിൽക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരു BMW ഒരു കാറ്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ലൈറ്റ് സെറ്റപ്പാണ്. അപ്പം എൻ്റെ കുറച്ച് ലൈറ്റ് സെറ്റപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പം നേരെ എൻ്റെ ലൈറ്റ് സെറ്റപ്പിന് വേണ്ടി ഞാൻ കാണിച്ചു തരാം ഗൈസ്. ബാക്കിനകത്ത് മേളിനകത്തൊരു ലേസർ എത്തുന്നുണ്ടോ, അതാണ് എൻ്റെ ലൈറ്റ് സെറ്റപ്പ്. ഞാൻ നേരെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ലൈറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കിടിൽ ലേസർ സെറ്റാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമുക്കിത് ദൂരം ചാർജ് പോയിട്ടുണ്ടെങ്കിൽ വെക്കാം. ചാർജ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് നമുക്ക് കുത്തിയിട്ടുണ്ടേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. മേളിൽ ലേസറൊക്കെ അടിക്കും. നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല പ്രോഗ്രസ് ആയിട്ട് നമുക്ക് ലൈറ്റ് നല്ല രസമായിട്ട് അടിക്കും. രാത്രി ആണെങ്കിൽ പറയേണ്ട മോനെ കിട്ടില്ലായിരിക്കും. മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വരയൊക്കെ നമുക്ക് ലൈനൊക്കെ നമുക്ക് അതിന് കാണാൻ പറ്റും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ബെഡ് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബെഡാണ് ഇത്. പിന്നെ ടേബിൾ ഫാനും ഉണ്ട്, പിന്നെ മേളിൽ ഫാനും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഗൈസ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ നല്ല കുറച്ച് ക്വാളിറ്റീസുള്ള ഇതുകൊണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയത്തില്ല ഭയങ്കര കാറ്റുള്ളത്, അതാണ് ഈ ടേബിൾ ഫാനാണ് അത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ റൂമിലുള്ളത്. ഓക്കെ, അപ്പോൾ 2 അൽമാരി കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാപ്പയുടെയും ഇവിടെ ഉമ്മയുടെയും അവിടെ എൻ്റെയും പിന്നെ എൻ്റെ അനിയൻ്റെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ റൂം എന്ന് പറഞ്ഞാൽ. എൻ്റെ ഡ്രസ്സ് മാത്രമല്ല, ഇവിടെ എൻ്റെ റൂമിനകത്ത് എല്ലാവരും ഡ്രസ്സ് കൊടുത്തു ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ചെറിയൊരു റൂമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, യെസ് എന്ന് പറഞ്ഞേ. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് സെറ്റപ്പ് ഇത് നിങ്ങൾക്ക് ലേസർ എന്ന് പറഞ്ഞ് നിങ്ങൾ മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അതിനകത്ത് ഇത് വരുന്നതായിരിക്കും. കറുപ്പായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നത്. പക്ഷേ വരുമ്പോൾ റെഡായി ഈ കളറായിരിക്കും. ഞാൻ കറുപ്പാണ് ഓർഡർ ചെയ്തത്, പക്ഷേ ഇതാണ് വന്നിരുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവനും പറഞ്ഞ് ഞാൻ കറുപ്പാണ് ഓർഡർ ചെയ്തത്, പക്ഷേ ഇതാണ് വന്നതെന്ന്. ഓക്കെ സാർ, റിട്ടേൺ അടിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ വരത്തുള്ളൂ എന്നാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ റിട്ടേൺ അടിക്കാൻ നോക്കിയില്ല. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം.